ഗുഡ് മോർണിംഗ്, നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്പോർട്സിന്റെ ടാക്സി വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്രാഡിൽ മൗണ്ടൻ. എന്ത് കാണാനാ ഇത് പോണ? ടാസ്മാനിൽ എന്ത് കാണാനാ പോണ? ഇതൊരു ഇന്ന് വോംബാറ്റിനെ കാണിച്ചു കൊടുക്കാതെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ടാക്സിയിൽ വരണവര് പോയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ലിസ്റ്റിൽ അടുത്തതാണ് ക്രാഡിൽ മൗണ്ടൻ. കയ്യിലോ? ഇതിന്റെ വോംബാറ്റോ? ഇതിന്റെ വോംബാറ്റിന്റെ അടുത്തുണ്ട്. ഇതൊരു ടോയ് ഉണ്ട്, ഒരു സോഫ്റ്റ് ടോയ് ഉണ്ട് വോംബാറ്റ്. അപ്പോ ആ വോംബാറ്റിനെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വോംബാറ്റിനെ, റിയൽ വോംബാറ്റിനെ കാണിച്ചു കൊടുക്കട്ടെ അല്ലേ? ലെറ്റ്സ് ഗോ. ഇന്ന് കുറച്ചധികം ദൂരം നമുക്ക് പോവാണ്ട്, ഒരു ലോങ് ഡ്രൈവ് ആണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ലോങ് സിസ്റ്ററിന് ഇറങ്ങിയിട്ട് ക്രാഡിൽ മൗണ്ടനിൽ പോണു. അവിടെ നമ്മൾ അവിടേക്കൊന്ന് പറ്റണ പോലെ ഇതുവരെ വെച്ച് എത്രത്തോളം നമുക്ക് ഹൈക്ക് ചെയ്യാനും ട്രക്ക് ചെയ്യാനൊക്കെ പറ്റും നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഈവനിങ് ക്വീൻസ് ടൗൺ അല്ലേ, അവിടെയാണ് സ്റ്റേ. നമ്മൾ ലോഞ്ച് സിസ്റ്ററിന് ഇറങ്ങിയപ്പോൾ ശരിക്കും ഫുള്ള് ഫോഗൊക്കെ ആയിട്ട് എന്തൊരു തണുപ്പാ. ഒരു 6 ഡിഗ്രി ഒക്കെ ആയിരുന്നു അപ്പോൾ പുറത്ത്. അങ്ങനെയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. വിത്തിൻ മിനിറ്റ്സ് എന്ന് പറയണ പോലെ പെട്ടെന്ന് എല്ലാം ചേഞ്ച് ആയി, നല്ല സണ്ണി ആയി. ഇപ്പൊ പോണത് ഒരു കൺട്രി സൈഡിൽ കൂടെയാണ്. ഇതൊരു ഹൈവേ ആണ് നമുക്ക് തോന്നുന്നില്ല. നമ്മള് നാട്ടിലൊക്കെ ഒരു എന്താ പറയാ മലനിരകളുടെ മുകളിൽ കൂടെ പോക്കുണ്ടല്ലോ, ഒരു വാഗമണിലൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോണ പോലെ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പോണത്. കണ്ടോ, രണ്ട് സൈഡിലും ഫുൾ പുൽത്തകിടികൾ. വായിൽ വരില്ല, രാവിലെ ആവണ്ട തോന്നുന്നു. പുൽത്തകിടികളാണ്. അതെ, ഓക്കെ ഓക്കെ. നമുക്ക് ദൂരതാ ക്രാഡിൽ മൗണ്ടന്റെ വ്യൂ കാണാൻ തുടങ്ങി. ഇതുവരെ കണ്ട മൗണ്ടൻ റേഞ്ചസ് പോലെ അല്ല, ഫുൾ വലിയ മൗണ്ടൻ ആണ്. മാത്രല്ല വലിയ വലിയ പാറക്കല്ലുകൾ, കളർ തന്നെ ഒരു ഗ്രേഷ് ആണ് ആ ഭാഗം മൊത്തം. ഇതാണ് ക്രാഡിൽ മൗണ്ടൻ. നമ്മൾ അവിടേക്കാണ് പോകാൻ പോണത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ് ഈ നേരെ കാണുന്നത്. പെട്ടെന്നാണ് ക്ലൈമറ്റ് മൊത്തം മാറിയത്. ഓരോ മല ഇടവിട്ടിട്ടാണ് ക്ലൈമറ്റ് മാറുന്നത്. ഒരു മലയിൽ ഫുൾ വെയില്, അടുത്ത നമ്മുടെ മലയിലേക്ക് കയറി കഴിഞ്ഞാൽ മഴ. ഒരു സ്ഥലത്ത് ഫുള്ള് കാട് പോലെ നിറച്ച ചെടികളായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒന്നുമില്ല, ഉണങ്ങി കിടക്കണ ഒരു മൗണ്ടൻ. മൊത്തം ഒരു നരച്ച ഭൂപ്രകൃതിയായി ഇവിടെ. ഒരു പച്ചപ്പ് പോയിട്ട് ഒരു ഒരു നരപ്പാണ്, ഒരു പ്രത്യേകതരം സ്ഥലം. 30 സെക്കൻഡിനുള്ളിൽ ആ, മഴയത്തുനിന്ന് പെട്ടെന്ന് വെയിലിക്കായി. ഈ മരങ്ങളൊക്കെ നോക്കൂ, ശരിക്കും എന്താ ഉണങ്ങി നിക്കണ പോലെ. എല്ലാ മരം ഉണങ്ങി നിക്കുക. എന്നാ ഈ മലയുടെ കഴിയുമ്പോ ഉണ്ടല്ലോ ഫുൾ വീണ്ടും മരങ്ങളാവും. തൊട്ടപ്പുറത്ത് മരങ്ങള്. പ്രത്യേകത എന്താ, ആദ്യം മഴ വരാൻ പോവാണേ. അവിടെ നമുക്ക് നോക്കിയാലേ കാണാം ആ ഭാഗത്ത് മഴ. ഈ വീഡിയോ നിർത്തുന്നതിന് മുന്നേ മഴ നിൽക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ ക്രാഡിൽ മൗണ്ടനിൽ എത്തുമ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവരുടെ ബസ് എടുത്തിട്ടാണ് പോവുക. ശരിക്കും ഹൈക്കർമാർക്ക്, ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു പാരഡൈസ് ആണ്. ഒരുപാട് ട്രക്സ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇതൂനെയും വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ട്രക്കിൽ പോകാൻ പറ്റും നോക്കാം. ഈസി ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അത് ഞങ്ങൾ രണ്ടുപേരും വലിയ ഹൈക്കേഴ്സ് ഒന്നും അല്ല. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോണത്. ദാ ബാക്കിൽ ജസ്റ്റ് ബസ് പാസ്സായി. ആ ബസ്സിലാണ് നമ്മൾ ഇവിടുന്ന് മൗണ്ടൈൻ്റെ അവിടേക്ക് പല പോയിന്റുകളുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പോണത്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കും അറിയില്ല. നമ്മളിവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സമയം 10:45. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ഇവിടെ കുറേ അധികം കാറുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ തിരക്കായിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ പക്ഷെ നല്ല വലിയ പാർക്കിംഗ് ആണ്. നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടി. കുറച്ച് ബാക്കിലാണ്, എന്നാലും ഇവിടുന്ന് ഇത്തിരി ദൂരം നടന്നാലാണ് നമ്മൾ വിസിറ്റർ സെൻറ്ററിൽ എത്തുക. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞല്ലോ ബസ്സിനുള്ള ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ പാർക്ക് പാസ് ഉണ്ട്, ടാസ്മാനിയ പാർക്ക് പാസ്. അത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, മെൽബണിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 മാസത്തേക്കാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ആ പാസ് അത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടിക്കറ്റ് എടുത്തിട്ട് പോരാം. അപ്പോൾ വിസിറ്റർ സെൻറ്റർ ഇതാണത്, വിസിറ്റർ സെൻറ്റർ. മഴ ഉണ്ട്, കുറച്ച് പണിയാണ്. നോക്കാം നമുക്ക് എന്തായാലും. റെയിൻ ജാക്കറ്റോ പഫർ ജാക്കറ്റോ ഒക്കെ ഇട്ടിട്ട് വേണ്ടി വരും പോവാൻ. അങ്ങനെ നമ്മൾക്ക് അവിടുന്ന് 2 ടിക്കറ്റ് എടുത്തു. $15 ഒരാൾക്ക്. അപ്പോൾ ഇതിന് ഫ്രീ ആണ്, കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ് ഇവിടെ ടിക്കറ്റ്. ഒരു ബ്രോഷർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്, എവിടെയൊക്കെ പോകണം, ഏതൊക്കെ ഷോർട്ട് വാക്സ് ഉണ്ട്, പിന്നെ വോംബാറ്റ്സിന് എവിടെയാണ് കാണാൻ പറ്റുക എന്നുള്ളതും അതൊക്കെ ആ പുള്ളി പറഞ്ഞു തന്നിട്ടായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണോ പോകാൻ പറ്റുകയെന്ന് അറിയില്ല. ഇതിൽ പറഞ്ഞ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റുമോ എന്ന് ഡൗട്ടാണ്. മഴ ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചിനി ക്വീൻസ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അതും ഒരു 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നേരത്തെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ എല്ലാം കണ്ടിട്ട് പോവാം. ഇവിടെ ക്രാഡിൽ മൗണ്ടനിൽ എത്തിയിട്ട് ഡൗണിലേക്ക് കണ്ട് നടക്കാൻ പോണുള്ളൂ. ഇത് കണ്ടോ വോംബാറ്റ് എന്താ കഴിക്കണേ? എന്റെ കോലം കണ്ടില്ലേ, ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സൈഡ് ചെയ്തതിൻ്റെ ഒക്കെ ഒരവസ്ഥ. ഉള്ളിലൊരു തെർമല്, പിന്നെ ഒരു ജാക്കറ്റ്, അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ്. മഴയാണ് ചെറുതായിട്ട്. മഴ പറഞ്ഞാൽ പെരുമഴ പെയ്യല്ല, ഇങ്ങനെ തുടി 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 വിട്ടേ മഴ. ആകെ നല്ല തണുപ്പുള്ളൊരു സമയം. ഈ ഒരു സമയത്ത് ഇവിടെ കാണുന്നതിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ശരിക്കും വെതർ ഫോർകാസ്റ്റ് കണ്ടത് ഇന്ന് മഴയില്ല, ഇന്ന് നല്ല വെയിലാവും എന്നൊക്കെ വിചാരിച്ചതാണ്. രാത്രി നോക്കുമ്പോൾ ഇന്നിവിടെ നല്ല തണുപ്പാന്ന് കണ്ടു. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തണുപ്പുള്ള ഡ്രസ്സൊക്കെ വീണ്ടും എടുത്തിട്ടു. ഇവിടെ എങ്ങനെയാണ് ഒരു 48 hours തന്നെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വെതർ ചേഞ്ച് ആവും. ഇന്നിപ്പോൾ മഴ വെച്ചാൽ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും പൊരി വെയില. ഇവിടെ മഴ പെയ്തു തന്നെ അറിയാത്ത രീതിയിലുള്ള വെയിലാവും, ചിലപ്പോൾ മഞ്ഞാവും. ആ രീതിയിൽ പെട്ടെന്ന് വെതർ ചേഞ്ച് ഉണ്ടാകുന്നൊരു സ്ഥലമാണ് ഈ ക്രാഡിൽ മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ നേരെ മുമ്പിൽ, ഇപ്പോൾ എൻ്റെ നേരെ മുമ്പിൽ ഡൗ ലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ. നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരാമെന്ന് പറയാൻ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്ന് ഷട്ടിൽ ബസ് എടുക്കും. അപ്പോൾ ബസ്സിന് 2-3 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുണ്ടാവുകൊണ്ട് കുറേ ട്രക്കുകളുണ്ട്, കുറേ നമ്മൾ സേഫായിട്ട്, ഇപ്പം നമ്മൾ നടക്കുന്ന പോലത്തെ സേഫായിട്ടുള്ള വാക്ക് കുറേ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആ വാക്കൊക്കെ എടുത്തോളൂ. ഇവിടെ ധാരാളം വോംബാറ്റ്സ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ വോംബാറ്റിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ നമുക്ക് കാണാം. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ആ ഒരു ഗ്ലാസ് വിൻഡോ കൂടെ വോംബാറ്റിനെ കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ തന്നെ ഇതിന് ഭയങ്കര സന്തോഷമായി. അതിനെ പോയി തൊടണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും ഇനിയും വോംബാറ്റിനെ പോണതിൻ്റെ മുമ്പേ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ വാക്സാണ്, ഇവിടെ നിന്നുള്ള വാക്സാണ്. ഡൗ ലേക്ക് സർക്യൂട്ടിൻ്റെ 2 to 3 hours ആണ്. ഇത് ഫുള്ള് നമ്മളെ റൗണ്ട് ചെയ്തിട്ട് പല ഭാഗത്തുനിന്നും ഇതിൻ്റെ ഒരു വ്യൂ കിട്ടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനത്തെ ഒരു സർക്യൂട്ട് ഉണ്ട്. നമുക്കതൊന്നും പോണില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. നമ്മൾ ജസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോകും. പക്ഷെ കാണാൻ ഭംഗിയുള്ളതെല്ലാം കാണും ചെയ്യും. നമ്മളിങ്ങനെ ലേക്ക് കണ്ടുകൊണ്ട് നടക്കണം കേട്ടോ. ഇനി ഡൗ ലേക്ക് ബോട്ട് ഷെഡിൻ്റെ അടുത്തേക്കാണ് പോണത്. നമ്മൾ ക്രാഡിൽ മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെ ഫോട്ടോയിലും എല്ലാവരുടെ വീഡിയോയിലുള്ള പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോട്ട് ഷെഡിൻ്റെ സ്പോട്ടാണ്, ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ പോയിന്റിലേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ക്രാഡിൽ മൗണ്ടനിലെ ഷട്ടിൽ ബസ് അതിന് ആകെയുള്ള സ്റ്റോപ്പ് 4 എണ്ണമാണ്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ റേഞ്ചർ സ്റ്റേഷൻ, രണ്ടാമത്തെ സ്നേക്ക് ഹിൽ, മൂന്നാമത്തെ ഉള്ളത് റോണി ക്രീക്ക്, നാലാമത്തെ ഡൗ ലേക്ക്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഡൗ ലേക്കിൽ ഇറങ്ങുകയാണ്. ഡൗ ലേക്ക് കണ്ട് ഇതാണ് മെയിനായിട്ട് ഇവിടെ എല്ലാം വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള, നേരത്തെ അമ്മ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതാദ്യം കണ്ടിട്ട് പിന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബാക്കിലേക്ക് ഓരോ വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. എല്ലാവരും ഇവിടെ വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ് ആ ഒരു ഫോട്ടോ പോയിൻ്റ്. ബാക്കിൽ കണ്ടതാണ് ആ ഒരു ബോട്ട് ഹൗസ്. അപ്പോൾ ഇവിടുന്ന് ഡൗ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ബോട്ട് ഹൗസ്, അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫോട്ടോ.
ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. എന്തും മഴയായാലും തണുപ്പായാലും ഒന്നും പ്രശ്നമില്ല. ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണുമ്പോൾ നമ്മൾ അല്ലേ ഏത് മനുഷ്യന്മാരായാലും നിന്ന് പോകും. എത്ര ഫോട്ടോ എടുത്താലും മതിയാവണില്ല. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു നമ്മൾ ജസ്റ്റിസ് ചെയ്യാത്ത പോലെ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗിയോടെ ഇതു ഇവിടെ നമ്മുടെ കാങ്കൂര് എവിടെ? അല്ല വോംബാറ്റാണോ? പിന്നെ ആരാ ഇത്? ഇതയോ പുഞ്ചക്കായോ? ഇതാ ഭാഗ്യം മേടേക്കൂടെ ഉടുസി പോത്തത്. കുഞ്ഞു കുഞ്ഞു ഓട്ടയാ. ഇത് ഗ്ലേഷ്യർ റോക്ക്. നമ്മളപ്പോൾ ഒരു 20 മിനിറ്റ്സ് വാക്ക് എടുത്തിട്ട് ഇവിടെ എത്തി. ഇവിടുന്ന് ഡൗൺ ലേക്കിന്റെ മറ്റൊരു വ്യൂ ആണ് കിട്ടുക. ഈ കാണുന്നതാണ് ഗ്ലേഷ്യർ റോക്ക്. ശരിക്കും ഇവിടെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ശരിക്കും ഫുള്ള് കട്ട മഞ്ഞായിട്ട് നിൽക്കുന്ന സമയമാവും. ഇപ്പൊ തന്നെ ഇത്ര തണുപ്പാണെന്നുണ്ടെങ്കിൽ വിന്ററിലെ അവസ്ഥ പറയണോ? ഇതാണ് ഗ്ലേഷ്യർ റോക്ക്. ഇവിടുന്ന് ആ അറ്റത്തു നിന്നാണ് നമ്മൾ കാർ പാർക്ക്, അതായത് ഇവിടുത്തെ ബസ് പാർക്ക്. അവിടെ നിന്നിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാണ് ഡോവ് ലേക്ക് ബോട്ട് ഷെഡ്. ഇനി നമ്മൾ ഓവർലാൻഡ് ട്രാക്ക് എടുക്കാൻ പോവാണ്. അടുത്തൊരു നടത്തം. നമ്മൾ വോംബാറ്റിനെ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. ലെറ്റ്സ് ഗോ. ഇത് കമാൻ. ഇവിടെ ഉണ്ടാവും. നേരെ നോക്കണേ, രണ്ട് സൈഡിൽ നോക്കണേ. ഈ കാണുന്ന ബുഷ് ഏരിയയിലാണ് വോംബാറ്റിനെ വേഗം കാണാൻ പറ്റുക. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ മലയുടെ മുകളിൽ ഇടയ്ക്കൂടെ കുഞ്ഞു കുഞ്ഞു പൊത്തുപോത്തി ഇതൊക്കെ ഈ വോംബാറ്റിന്റെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് മുകളിൽ നോക്കിയാൽ അത് നേരെ കാണുന്നുണ്ട്. ഈ പുല്ലിന്റെ കളറും വോംബാറ്റിന്റെ കളറും ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരാളവിടെ നിന്ന് പുല്ലുണ്ട്, തൊട്ട് മുകളിൽ അപ്പുറത്ത് വേറൊരാൾ. അങ്ങനെ അടുത്ത് തന്നെ ഒരു വോംബാറ്റിനെ നമ്മൾ സ്പോട്ട് ചെയ്തു. അയ്യോ, മൂപ്പർ ഇങ്ങനെ എന്തൊക്കെയോ പുല്ല് തിന്നോണ്ടിരിക്കുന്നുണ്ട്. ക്യൂട്ടാണോ? ഇതിന് സന്തോഷമായി വോംബാറ്റിനെ കണ്ടപ്പോൾ. ഈ മലകളിൽ മുഴുവൻ വോംബാറ്റുകളാണ്. ഇവരിങ്ങനെ മണ്ണ് കുഴിച്ചിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു പൊത്തുകളും ഒക്കെ ഡിഗ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് അതിനുള്ളിലാണ് ഇവർ പോയി താമസിക്കുക. അപ്പോൾ നമുക്ക് ഈ വരണ വഴിക്ക് തന്നെ കാണാം കുറേ കുഞ്ഞു കുഞ്ഞേ പൊത്തുകൾ. അതിലൊക്കെ അവർ താമസിക്കും. ഇപ്പോൾ ഈ മഴ ദിവസമായതുകൊണ്ട് എല്ലാവരും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എല്ലാവരും എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ സേഫായിട്ട് തന്നെ ഉറങ്ങുമായിരിക്കും. കുറച്ചെണ്ണത്തിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറേ എണ്ണം ഉണ്ടാവും. ദൂരെ ഇതിൻ്റെ അപ്പുറത്ത് ദൂരെ അവിടെ ഒരെണ്ണമുണ്ട്. ഇത് സ്റ്റോറി ഉണ്ടാക്കാണ് വോംബാറ്റിനെ വെച്ചിട്ട്. ഇത് സ്റ്റോറിയൊക്കെയാണ്. നല്ലൊരു ബോർഡ് വാക്കാണ്. ആർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് നടക്കാൻ പറ്റിയൊരു ബോർഡ് വാക്ക്. എന്നാൽ ഈ വോംബാറ്റുകളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണമില്ല. നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നടക്കാം. വോംബാറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഒക്കെ അതിനെ സ്പോട്ട് ചെയ്യുകയും ചെയ്യാം. നന്നായിട്ട് നല്ല വാക്കാണ് കേട്ടോ. അത് എനിക്കിഷ്ടമായി. പക്ഷേ ഈ ഒരു മഴയാണ്, നല്ല തണുക്കുന്ന കാര്യമാണ്. വോംബാറ്റിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ വാക്കുകളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനിയുള്ളത് കുറച്ച് ഷോർട്ട് വാക്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബസ് കയറിയിട്ട് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ ഫോറസ് റേഞ്ചർ സ്റ്റേഷൻ അല്ലേ, അതെ, റേഞ്ചർ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് ഷോർട്ട് വാക്സ് ഓരോന്നായിട്ട് എടുക്കാം. അപ്പുറത്താണ് ഡോറ്. ആ വഴിക്ക് നമുക്ക് അങ്ങനെ പോകാം. ക്രാഡിൽ മൗണ്ടെയിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. മൗണ്ട് എമ്മറ്റ്, ബെൻസൺ പീക്ക്, കിച്ചൺ ഹട്ട്, ബാൾറൂം ഫോറസ്റ്റ്, ഡവ് ലേക്ക്, ഗ്ലേഷ്യർ റോക്ക്, ബോട്ട് ഷെഡ്. അതൊക്കെ നമ്മൾ പോയത്. മൗണ്ട് ക്യാമ്പൽ, ക്രേറ്റർ പീക്ക്, റോണി ക്രീക്ക് കാർ പാർക്ക്. ഇതൊക്കെ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
ആ ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഓ ടാസ്മാനിയൻ ഡെവിൽ പ്രിറ്റൻഡ് ആണല്ലേ. ഓക്കെ. ആ പ്ലാറ്റിപ്പസ് ഇതേ പ്ലാറ്റിപ്പസ്. ഇത് റെയിൻ ഫോറസ്റ്റ് വാക്കാണ്. ഇതൊരു ബോർഡ് വാക്കാണ്. അപ്പോൾ സുഖമാണ് നടക്കാൻ, ഒട്ടും ബുദ്ധിമുട്ടില്ല. ഒരു 10 മിനിറ്റ് 10 മിനിറ്റ്സ് വാക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കൂടെ നടന്നിട്ട് ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്ന് എക്സ്പീരിയൻസ് എടുത്ത് നമുക്ക് അടുത്ത വാക്കിലേക്ക് പോവാം. ഈ ടെറൈൻസ് എത്ര വേഗം മാറണേ അറിയോ? കുറച്ച് മുന്നേ ഡൗലേക്ക് പോയി, പിന്നെ ആ ഒരു വോംബാറ്റിനെ കാണാൻ വേണ്ടിയിട്ട് റോണി ക്രീക്ക് കൂടെ പോയി. അതൊക്കെ മാറി ഇവിടെ എത്തിയപ്പോൾ തൊട്ടടുത്താണ്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മൊത്തം മാറി. ശരിക്കും നല്ല തിക്കായിട്ടില്ല, ശരിക്കും ഒരു ഫോറസ്റ്റായി. കാട്ടിനുള്ളിൽ കൂടെയുള്ള ഈ ബോർഡ് വാക്ക് നോക്കിയപ്പോൾ മരങ്ങളൊക്കെ ഒരുപാട് പഴക്കമുള്ള മരങ്ങളുടെ പോലെ ഉണ്ട്. ഇതിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത്, ഇവിടെ നല്ലാതെ വേറൊരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ഫീലാണ്. റെയിൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ വാക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാട്ടിക്കൂടെ ഇടയിൽ കൂടെ ഒരു ബോർഡ് വാക്ക് എന്നാണ് പ്രതീക്ഷിച്ചത്. അതങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങനെ ശബ്ദം കേട്ടായിരുന്നു. ഞാൻ താഴത്ത് കൂടെ വല്ല അരുവിയും പോണതാവുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇതാണ് കാണുന്നത്. അടിപൊളി ഒരു വാട്ടർഫോള്. ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. സോ ഗുഡാണ്. നമ്മളിപ്പോൾ കണ്ട ഫോൾസിൻ്റെ പേരാണ് പെൻസിൽ പൈൻ ഫോൾസ്. ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ പെൻസിൽ പൈൻ ട്രീസാണ് മൊത്തമായിട്ടുള്ളത് ഈ റെയിൻ ഫോറസ്റ്റിലും പുറത്തും. ഇവിടെ ക്രാഡിൽ മൗണ്ടൻ ഈ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ, സെൻറ്ററിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും അധികവും ഈ പെൻസിൽ പൈൻ ട്രീസാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫോൾസിൻ്റെ പേര് പെൻസിൽ പൈൻ ഫോൾസ്. അങ്ങനെ റെയിൻ ഫോറസ്റ്റ് വാക്ക് തീരാറായി. ഇനി നമുക്ക് ഒരു വാക്കും കൂടി നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. എൻചാൻറ്റഡ് വാക്ക്, അവിടേക്കാണ് ഇനിയിപ്പോൾ അടുത്ത് പോണത്. ടാസ്മാനിയയിലെ 60 ഷോർട്ട് വാക്സിലെ അടുത്തൊരെണ്ണമാണ് നമ്മളിപ്പോൾ നടത്താൻ പോണത്, എൻചാൻറ്റഡ് വാക്ക്. അപ്പോൾ നല്ല ഭംഗിയുള്ള വാക്കായിരിക്കും, കുഞ്ഞു വാക്കായിരിക്കും. നമുക്ക് വേഗം പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളൊരു ലാസ്റ്റ് ട്രയൽ നടത്താൻ പോവുകയാണ്. ഇവിടുന്നെങ്കിലും ഒന്നും കൂടി വോംബാറ്റിനെ കാണാൻ പറ്റുമോ നോക്കുകയാണ്. അതാണ് ഈ എൻചാൻറ്റഡ് വാക്ക് നമ്മൾ അവസാനത്തേക്ക് വെച്ചത്. എന്തായാലും റോണി ക്രീക്ക് ആ ട്രെയിലിൽ നിന്ന് നമുക്ക് കിട്ടി, വോംബാറ്റ്സിനെ കണ്ടു. പക്ഷേ ഇവിടുന്ന് കൂടി കാണാൻ പറ്റിയിരുന്നെങ്കിൽ സന്തോഷമാവും. കാരണം ഇതിപ്പോൾ എൻഡായി, ഇനി നമ്മൾ തിരിച്ചു പോകാറായില്ല ഇവിടുന്ന്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ. നമ്മൾ ഓരോ വാക്കിലും ഇവിടെ പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഈ എൻചാൻറ്റഡ് വാക്ക് കൂടെ നടക്കുമ്പോഴത്തെ ഒരു അനുഭവം ആയിരുന്നില്ല റെയിൻ ഫോറസ്റ്റ് വാക്കിൽ, അതായിരുന്നില്ല ഡൗലേക്ക് കാണാൻ പോയപ്പോൾ. എനിക്കതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് തോന്നിയത്. ഒക്കെ ഈ ഒരു മൗണ്ടൻ റേഞ്ചസിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണെങ്കിലും ഓരോന്നും നമുക്ക് തരുന്ന കാഴ്ചകൾ വ്യത്യാസമാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വാക്സാണ് എടുത്തത്. നല്ല പിള്ളേരൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കെയമായിട്ടുള്ള വാക്സൊക്കെ എടുത്ത് കൂടുതൽ ക്രാഡിൽ മൗണ്ടിനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ന് നല്ലോണം മഴ പെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. എല്ലായിടത്തും ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അരുവികളൊക്കെ നല്ല രസമായിട്ട് കുത്തിയൊലിച്ച് ഒഴുകുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര വെള്ളം ഉണ്ടാവുമെന്ന്. ഇന്ന് ഫുൾ മഴയായിരുന്നല്ലോ. ഇതേ അമ്മയല്ല ഓടിപ്പോയത്, അച്ഛനും ഇതും കൂടി നേരത്തെ പോവല്ലേ ചെയ്തത്. ആണോ? ഒരു വാനരെ കണ്ടില്ല, ഒരു ടാങ്കറിനെ കണ്ടില്ല, വോംബാറ്റിനെ മാത്രമേ കണ്ടുള്ളൂ വിചാരിച്ചതായിരുന്നു. ദേ റെഡി.
അങ്ങനെ നമ്മുടെ ക്രാഡൽ മൗണ്ടൈൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ വെതർ നമ്മളെ നന്നായി ചതിച്ചുവെച്ചാലും നമ്മളത് അതെ ഇത് കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. പല സ്ഥലങ്ങളിലും പോകാൻ പറ്റി. ബോബത്തിനെ കണ്ടു അല്ലേ? ഇതു അടിപൊളിയായിരുന്നു. അപ്പൊ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ടാസ്മാനിയയുടെ മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.